അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 74 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന കുറച്ച് ആയത്ത് കൂടി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. അഫതത്മഊൻ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കട്ടോ. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്താണ് വെക്കേണ്ടത്. ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. ത ആൻഡ് പോ രണ്ടും ഒരേ മഹ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണെങ്കിലും രണ്ടിൻ്റെയും സൗണ്ടിൽ വ്യത്യാസമുണ്ട്. ത ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. പോ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇത്തുബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് ഹെവി ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. കൽക്കല ലെറ്ററും കൂടിയാണ്. ഇപ്പോൾ സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണേ. ഐനിൻ്റെ മഹ്റജ് വസത്തുൽ ഹൽക്ക്, തൊണ്ടയുടെ മധ്യഭാഗം. ഐ യുഅ്മിനൂ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതി കൊടുക്കുക. ഹംസ കൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ലക്കും വഖദ് മീം സാക്കിനയ്ക്ക് ശേഷം ഇദ്ഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള വാവാണ് വന്നിട്ടുള്ളത്. മീം സാക്കിനയ്ക്ക് ശേഷം ബഉം മീമും അല്ലാത്ത ഏതൊരക്ഷരം വന്നാലും മീം സാക്കിനെ നമ്മൾ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക കേട്ടോ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഹീം ചെയ്യുക. ദാല് കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാഫിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഫരീഖും മിൻഹും ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. റോയിനെയും ലൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. റോ കെസ്റയാണ് വന്നിട്ടുള്ളത്. രീ എന്നുള്ള സൗണ്ട് കൊടുത്തിട്ട് ലൈറ്റ് ആക്കി കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഹീം ചെയ്യുക. വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള മീം വന്നു. തെൻവീനെ നമ്മൾ മീമിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതി കൊടുക്കുക, മണിച്ചിട്ട് ഓതി കൊടുക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള ഹാ വന്നു. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക. യസ്മഊന കലാമല്ലാഹ് സീൻ കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഐനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക കേട്ടോ. വസത്തുൽ ഹൽക്ക് കലാമല്ലാഹ് കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ചൊന്ന് ചരിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ലാമിൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫത്തഹ വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. സുമ്മ മീമിന് ശ്രദ്ധ വന്നു. അഖ്മൽ ഉന്ന നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. സ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് പുറപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നാവിനെ കുറച്ച് പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് കുറച്ച് എയർ പുറത്തോട്ട് പോണ സൗണ്ടും കൊടുക്കുക കേട്ടോ. തുമ്മ യുഹർരിഫൂന ഹ വസത്തുൽ ഹൽക്കാണ് മഖ്റജ്, തൊണ്ടയുടെ മധ്യഭാഗം ക്ലിയർ ആക്കി കൊടുക്കുക. റോ കെസ്റ ആയതുകൊണ്ട് നമ്മൾ താഴ്ത്തി ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ഹൻ്റെ കൂടെ വാവ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായിട്ടുള്ള ബാ വന്നു. നൂൻ സാക്കിനെ നമ്മൾ മീമാക്കി മാറ്റിമറിച്ച് ഉന്നയോടുകൂടി ഓതി കൊടുക്കുക കേട്ടോ. ഇവിടെ നൂനിൻ്റെ സൗണ്ടിനെ കേൾക്കേയില്ല. മീമാക്കി മറിക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ മണിക്കും ചെയ്യുക കേട്ടോ. ഐനിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക്, തൊണ്ടയുടെ മധ്യഭാഗം, സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. ഐനിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഹീം ചെയ്യുക. വഹും യഅലമൂൻ ഐൻ കൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കുക. മീം അവസാനത്തിൽ മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യും. വഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ آمنا وإذا خلا بعضهم إلى بعض قالوا أتحدثونهم
അതുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും ലിയുഹാജൂകും ബിഹി ഇൻദ റബ്ബിക്കും അഫലാ തഅഖിലൂൻ വഇദാ ലഖുല്ലദീൻ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലഖുല്ലദീന. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്, തഫ്ഹീം ചെയ്യുക. വാവ് മദ് കൂടെ വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ അടുത്ത വേർഡുമായിട്ട് കൂട്ടി ഓതുമ്പോൾ വാവ് മദിനെ കട്ട് ചെയ്യുക കേട്ടോ. ഹംസത്തുൽ വസ്ൽ വന്നു, ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കാം. ദാലിന് ശേഷം യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ദാലിനെ ലൈറ്റാക്കി കൊടുക്കുക കേട്ടോ. ദാലായി പോകരുത്. നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് ദാല് പുറപ്പെടുന്നത്. ആമനു ഖാലു. ഹംസക്ക് ശേഷം അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിച്ചിരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്, തഫ്ഹീം ചെയ്യുക. ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുള്ളത് അടുത്ത വേർഡിലായിട്ടാണ്. മദ് ജായിസ് മുൻഫസിൽ 2 4 കൊണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ആമന്ന. നൂന് ശ്രദ്ധ വന്നു, അക്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചെടുക്കുക. വഇദാ ഖലാ ബഅ്ദുഹും. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഖ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്, തഫ്ഹീം ചെയ്യുക. ബഅ്ദുഹും. അതിന് ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. അൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കുക. വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്, തഫ്ഹീം ചെയ്യുക. വാദിൻ്റെ മഖ്റജ് നമ്മുടെ നാവിൻ്റെ സൈഡിൻ്റെ കട്ടി കൂടിയ ഭാഗവും അതിൻ്റെ നേരെ മുകളിൽ നിൽക്കുന്ന അണപ്പല്ലുകളുടെ ഉൾവശത്തെ മോണയും നാവിനെ അവിടെ കൊണ്ടുവച്ചിട്ട് നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് നന്നായിട്ട് ഉയർത്തി കൊടുക്കുക കേട്ടോ. ഇലാ ബഅദിൻ ഖാലു. ലാമിൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അതിന് കൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്യുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്, അപ്പോൾ കെസ്റയായാലും നമ്മൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. വാദിന് കെസ്റ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള ഖാഫ് വന്നു. തെൻവീനിലുള്ള നൂനിനെ നമ്മൾ മറച്ച് വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിൽ 2 4 കൊണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. അതുഹദ്ദിസൂനഹും. ഹ വസത്തുൽ ഹൽക്കാണ് മഖ്റജ്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഹ ആയി പോകരുത്. സ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അതുഹദ്ദിസൂനഹും ബിമാ. മീം സാക്കിനയ്ക്ക് ശേഷം ബ വന്നു, ഇഖ്ഫാ ചെയ്യുക കേട്ടോ. ഇഖ്ഫാ ഷഫവിയാണ് ഇവിടെ വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇഖ്ഫാ. മീം സാക്കിനയ്ക്ക് ശേഷം ബ ഒരൊറ്റ അക്ഷരം മാത്രം, ബ എന്നുള്ള ഒരക്ഷരം മാത്രം വന്നു കഴിഞ്ഞാൽ മീം സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോരി കൊടുക്കുക. ഫതഹവ്വാ. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. ഹ മഖ്റജ് വസത്തുൽ ഹൽക്ക്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിനെ ഹ ആയി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ വന്നു, അതുകൊണ്ട് നമ്മൾ അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അലൈക്കും. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക്, തൊണ്ടയുടെ മധ്യഭാഗം. ശ്രദ്ധിക്കുക കേട്ടോ. അലൈക്കും ലിയുഹാജൂകും. മീം സാക്കിനയ്ക്ക് ശേഷം ലാമാണ് വന്നിട്ടുള്ളത്. ഇദ്ഹാർ ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയ്ക്ക് ശേഷം ബാഉം മീമും അല്ലാത്ത ഏതൊരക്ഷരം വന്നാലും നമ്മൾ മീം സാക്കിനെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക. ഹൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം ശ്രദ്ധ വന്നു. മദ്ദക്ഷരത്തിന് ശേഷം ശ്രദ്ധയോ ഒറിജിനൽ സുക്കൂനോ വന്നു കഴിഞ്ഞാൽ മദ് ലാസിമാണ്. 6 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കണം കേട്ടോ. ലിയുഹാജൂകും ബിഹി. മീം സാക്കിനയ്ക്ക് ശേഷം ബാ വന്നു. ഇഖ്ഫാ ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇഖ്ഫാ. മീം സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. റബ്ബിക്കും. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള ദാല് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക.
റബ്ബിക്കും. റോ ഫത്തഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ ഫത്തഹ വന്നാൽ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ബാക്കി ശ്രദ്ധ വന്നു, രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക കേട്ടോ. അഫലാ തഖിലൂൻ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. അതിന് കൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്, തർഫീം ചെയ്യുക. അവസാനത്തിൽ മദ് ആരിദ് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.